4 മണിക്ക് കഴിക്കാൻ പലഹാരം എന്തുണ്ടാക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാസ്തേൻ്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്. മോൻ കുറച്ച് നാളായി പാസ്ത വേണമെന്ന് പറയുന്നു. അതുപോലെ പിന്നെ വീട്ടിൽ നിന്ന് ഈ അടുത്ത് അവൻ്റെ ബർത്ത്ഡേക്ക് അമ്മച്ചി വന്നപ്പോൾ കുറച്ച് പാസ്തയും കൊണ്ടുവരികയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്ത ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉപ്പിട്ടിട്ട് കുറച്ചധികം പാസ്ത വയ്ക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്, 3 പേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പാസ്ത ഞാൻ അടുപ്പത്ത് വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. വൈറ്റ് സോസിന് വേണ്ടിയിട്ട് കുറച്ച് 2 സ്പൂൺ മൈദയും അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് പാലും കൂടിയാണ് കേട്ടോ ഒഴിച്ച് സെറ്റാക്കുന്നത്. അത് നല്ല വിസ്ക് വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല കട്ടിയില്ലാതെ കിട്ടും കേട്ടോ. നമുക്ക് പാസ്ത വെന്ത് വന്നപ്പോഴേക്കും ഞാനൊന്ന് അത് നൂറ്റിയെടുക്കുന്നുണ്ട്, വെള്ളമൊക്കെ നൂറ്റിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒന്ന് ഒഴിക്കാം കേട്ടോ. ഞാനത് ഒഴിക്കുന്നില്ല. വൈറ്റ് സോസ് പാസ്ത ആയതുകൊണ്ട് കുറച്ച് കുഴഞ്ഞ് കിടന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടറാണ് ഇടുന്നത്. കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മുടെ യെല്ലോ കളറുള്ള ക്യാപ്സിക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിസ്സ ഉണ്ടാക്കാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അതും പിന്നെ പച്ച കളറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സവാളയും. ഇത് 3ഉം കൂടെ വഴറ്റാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് ഈ ഒരു ബട്ടർ മെൽറ്റായതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൈദ നമുക്ക് ദോഷം ചെയ്യുക ചെയ്യും, പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല. പിന്നെ നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ നമ്മൾ വീട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത് കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഈ കുക്കിംഗ് വീഡിയോസ് വരുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ വെറുതെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഞാൻ നന്നായി വഴറ്റുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടി വ്ളോഗ് വരുന്നതാണ് കേട്ടോ. പതിയെ എൻ്റെ വീടൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. പിന്നെ ഭയങ്കര വെളിച്ചടിക്കുന്നതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ കാണുന്നത്. ക്യാമറയിൽ തീരെ വെളിച്ചില്ലാത്ത പോലെ തോന്നുന്നില്ലേ? ഒരു ഫുൾ വെള്ള ആണ്. കർട്ടനൊക്കെ ഇട്ടിട്ടാണ് ശരിക്കുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റി ശരിയായിട്ട് വന്നപ്പോഴേക്കും നമ്മൾ എന്താ പറയുക വാർത്ത് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അത് മുഴുവനൊന്ന് മിക്സ് ആവാൻ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം അല്ലെങ്കിൽ സവാളൊക്കെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു കാര്യം. കാരണം പാസ്ത പെട്ടെന്ന് അടി പിടിക്കും പാസ്ത ആയാലും. എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് സോസിന് ഉണ്ടാക്കിയ ആ സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് കട്ടിയായിപ്പോയി, കാരണം ഞാൻ കുറച്ച് അധികം പാസ്ത ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഇതെല്ലാം ഇളക്കിയതിന് ശേഷം എനിക്ക് കട്ടി പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക അതിൽ ഞാൻ കുറച്ച് നേരമായില്ല കലക്കി വെച്ചിട്ട് മൈദ. അപ്പോൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് അപ്പോൾ 2 ഗ്ലാസ് പാലോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചിട്ട് അത് വീണ്ടും ഈ പാസ്തയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് നല്ലോണം ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെറുതെ ഒന്ന് മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ മൂടി വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചീസ് ഉണ്ടായിരുന്നു സ്ലൈസ്. അപ്പോൾ ഞാൻ ഒരെണ്ണം ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ എരിവോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ആ ഒരു കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നിന്ന് കഴിഞ്ഞാൽ രസമുണ്ടാവും. പിന്നെ ഒരഗാനോ ചേർക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ചീസ് ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒറ്റ സ്ലൈസേ ചേർക്കുന്നുള്ളൂ, കുറേ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിക്കണ്ടല്ലോ, അങ്ങനെ വാങ്ങി വെച്ച സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 2 മിനിറ്റ് ഒന്നും വേണ്ട, 2 സെക്കൻഡ് മൂടി വെച്ചപ്പോഴേക്കും ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്യാമറയിൽ കാണാൻ ഭംഗിയില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ പാസ്ത ഞാൻ കൊടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. എങ്ങനെയുണ്ടെന്ന് പറയണം. അതും കഴിക്കണേക്കാൾ മുന്നേ എക്സ്പ്രഷൻ ഇടല്ലേ എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പാസ്ത നമ്മൾ തിന്ന് തീർക്കട്ടെ കേട്ടോ. നീല നിനക്ക് പാസ്ത വേണ്ടടാ? ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം.